സദ്ഗുരുഭ്യോ നമഃ. അധ്യാത്മരാമായണ പാരായണം 9-ാം ദിവസം. ഭരതൻ്റെ വനയാത്ര തുടർച്ച. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജപന്തമനാരതം ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവരസോദരം സാനുജം മാരസമാനശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു ഗുഹൻ തഥാ ഭൂമിയിൽ വീണു ഗുഹോഹമിത്യുക്ത്വാ പ്രണാമവും ചെയ്തു ഭരതനുമന്നേരം ഉദ്ധാപ്യഗാഢമാലിംഗ്യ രഘുനാഥ ഭക്തം വയസ്യമനാമയ വാക്യവുമുക്ത്വാ ഗുഹനോട് പിന്നെയും ചൊല്ലിനാൻ. ഉത്തമപൂരുഷോത്തം സരത്നം ഭവാൻ ആലിംഗനം ചെയ്തുവല്ലോ. ഭവാനെ ലോകാലംബനഭൂതനാകിയ രാഘവൻ ലക്ഷ്മീ ഭഗവതീ ദേവിക്കൊഴിഞ്ഞ് സിദ്ധിക്കുമോ മറ്റൊരുവർക്കുമതോർക്കനീ. ധന്യനാകുന്നതു നീ ഭുവനത്തിങ്കൽ ഇന്നതിനില്ലൊരു സംശയം മത്സഖേ. സോദരനോടും ജനകാത്മജയോടും ഏതൊരിടത്തു നിന്നൻപോടു കണ്ടിതു രാമനേ നീ. അവനെന്തു പറഞ്ഞതും നീ മുതാ രാമനോടെന്തോന്നു ചൊന്നതും. യാതൊരിടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീ അവിടവും മുതാ കാട്ടിത്തരികെന്നു കേട്ടു ഗുഹൻ തഥാ. വാട്ടമില്ലാതൊരു സന്തോഷചേതസാ ഭക്തൻ ഭരതൻ അത്യുത്തമനെന്നു തൻ ചിത്തേ നിരൂപിച്ചുടൻ നടം നീടിനാൻ. എത്ര സുപ്തോ നിശിരാഘവൻ സീതയാ തത്ര ഗത്വാ ഗുഹൻ സത്വരം ചൊല്ലിനാൻ. കണ്ടാലുമെങ്കിൽ കുശാസ്ത്രിതം സീതയാ കൊണ്ടൽ വർണ്ണൻ തൻ മഹാശയനസ്ഥലം കണ്ടു ഭരതനും മുക്തബാഷ്പോദകം തൊണ്ട വിറച്ചു സഗദ്ഗതം ചൊല്ലിനാൻ. ആ സുകുമാരി മനോഹരി ജാനകി പ്രാസാദമൂർധ്നി സുവർണതൽപസ്ഥലേ കോമളസ്നിഗ്ധധവളാംബരാസ്ത്രിതേ രാമേണ ശേതേ മഹാസുഖം സാ കഥം ശേതേ കുശമയവിഷ്ടരേ നിഷ്ഠുരേ ഖേദേന സീതാമതീ അഗ്രജന്മന. മദ്ദോഷകാരണാലെന്ത് എന്നതു ചിന്തിച്ചും ഇദ്ദേഹമാശു പരിത്യജിച്ചിടുവൻ. കിൽബിഷകാരിണിയായ കൈകേയിതൻ ഗർഭത്തിൽ നിന്നു ജനിച്ചോരു കാരണം ദുഷ്കൃതിയായി അതിപാപിയാമെന്നെയും ധിക്കരിച്ചിടിനേൻ. പിന്നെയും പിന്നെയും ജന്മസാഫല്യവും വന്നിതനുജന് നിർമ്മലമാനസൻ ഭാഗ്യവാനത്രയും. അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും വ്യഗ്രമൂ വനത്തിനു പോയതവനല്ലോ. ശ്രീരാമദാസദാസന്മാർക്കുദാസനായി ആരൂഢഭക്തി പൂണ്ടേശ ഞാനും സദാ നിത്യവും സേവിച്ചുകൊള്ളുവനെന്നാൽ വരും മർത്യജന്മത്തിൻ ഫലമെന്നു നിർണയം. ചൊല്ലു നീ എന്നോടെവിടെ വസതി കൗസല്യാതനയൻ. അവിടേക്ക് വൈകാതെ ചെന്നു ഞാനിങ്ങു കൂട്ടിക്കൊണ്ടുപോരുവൽ എന്നതു കേട്ടു ഗുഹനുര ചെയ്താൻ.
മംഗലദേവതാവല്ലബന്ധങ്ങളിൽ നിങ്ങനെയുള്ളൊരു ഭക്തി ഉണ്ടാകയാൽ പുണ്യവാന്മാരിൽ വെച്ച് അഗ്രേസരൻ ഭവാൻ നിർണയമെങ്കിലോ കേൾക്ക മഹാമതേ. ഗംഗാനദി കടന്നാലടുത്തെത്രയും മംഗലമായുള്ള ചിത്രകൂടാചലം തൻ നികടെ വസിക്കുന്നിതു സീതയാ തന്നെ സോദരനോടും യഥാസുഖം. ഇത്തൗഗുഹോക്തികൾ കേട്ടു ഭരതനും തത്ര ഗച്ഛാമഹേ ശീഘ്രം പ്രിയസഖേ. തർത്തുമർത്യതടിനീയസത്വരം കർത്തുമുദ്യോഗം സമർത്ഥോ ഭവാദ്യനീ. ശ്രുത്വാ ഭരതവാക്യം ഗുഹൻ സാദരം ഗത്വാ വിബുധ നദിയെ കടത്തുവാൻ ഭൃത്യജനത്തോടുകൂടെ സസംഭ്രമം വിസ്താരയുക്തം മഹാക്ഷേപണീയുധം അഞ്ജസാം കുലദേശം നിറച്ചിടിനാൻ 500 തോണി വരുത്തി നിരത്തിനാൻ. ഊറ്റമായൊരു തുഴയുമെടുത്തതിലേറ്റം വലിയൊരു തോണിയിൽ താൻ മുതാം ശത്രുഘ്നെയും ഭരതനെയും മുനിസത്തമനായ വസിഷ്ഠനെയും തഥാ രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാംഗിയാം കൈകേയി തന്നെയും ഉത്തമയാം സുമിത്രാദേവി തന്നെയും പൃഥ്വീശപത്നിമാർ മറ്റുള്ളവരെയും ഭക്ത്യാ തൊഴുതു കരേറ്റി മന്ദം തുഴഞ്ഞസ്തഭീത്യ കടത്തിടിനാൻ ആദരാൽ. കുംഭർതടിനിയെ കുമ്പിട്ടനാകുലം മുൻപേ നടന്നിതു വൻപടയും തഥാ ശീഘ്രം ഭരദ്വാജ താപസേന്ദ്രാശ്രമം വ്യാഘ്രഗോവൃന്ദപൂർണം. വിരോധം വിനാ സംപ്രാപ്യ സംപ്രീതനായ ഭരതനും വൻപടയൊക്കവേ ദൂരെ നിർത്തിയിടിനാൻ. താനു അനുജനുമായി ഉടജാങ്കണേ സാനന്ദമാവിശ്യ നിന്നോരനന്തരം ഉജ്വലന്തം മഹാതേജസാ താപസം വിജ്വരാത്മാനമാസീനം വിധിസമം ദൃഷ്ട്വാ നനാമ സാഷ്ടാംഗം സസോദരം പുഷ്ടഭക്ത്യാ ഭരദ്വാജമുനീശ്വരം ജ്ഞാത്വാ ദശരഥനന്ദനം ബാലകം പ്രീത്യൈവ പൂജയാമാസ മുനീന്ദ്രനും. ഹൃഷ്ടവാച കുശലപ്രശ്നവും ചെയ്തു ദൃഷ്ട്വാ തഥാ ജഡാവൽക്കലധാരിണം തുഷ്ടികലർന്നരുൾ ചെയ്താൻ. ഇതെന്തടോ കഷ്ടമിക്കോപ്പുപന്നമല്ലൊട്ടുമേ. രാജ്യവും പാലിച്ചു നാനാജനങ്ങളാൽ പൂജ്യനായോരു നീ എന്തിനായിങ്ങനെ വൽക്കലവും ജടയും കൊണ്ട് താപസമുഖ്യവേഷത്തെ പരിഗ്രഹിച്ചിടുവാനെന്തൊരു കാരണം. വൻപടയോടും ആഹന്ത വനാന്തരേ വന്നതും ചൊല്ലു നീ. ശ്രുത്വാ ഭരദ്വാജവാക്യം ഭരതനും യുദ്ധം മുനിവരൻ തന്നോട് ചൊല്ലിനാൻ. നിന്തിരുവുള്ളത്തിലേറാതെ ലോകത്തിലെന്തൊരു വൃത്താന്തമുള്ളൂ മഹാമുനേ. എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പൻ ഈ സങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ. രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാദാബ്ജങ്ങളാണ് തപോനിധേ. ഞാൻ ഏതുമേയൊന്നറിഞ്ഞില്ല രാഘവൻ കാനനത്തിൽ എഴുന്നള്ളുവാൻ മൂലവും കേകയപുത്രിയാം അമ്മതൻ വാക്കായ കാകോളവേഗമേ മൂലമതിനുള്ളൂ. ഇപ്പോൾ അശുദ്ധനോ ശുദ്ധനോ ഞാൻ അതിനി പാദപത്മം പ്രമാണം ദയാനിധേ. ശ്രീരാമചന്ദ്രനു ഭൃത്യനായി തൽപാദവാരിജയുഗ്മം ഭജിക്കം നീയേ മമ. മറ്റുള്ള ഭോഗങ്ങളാൽ എന്തൊരു ഫലം മുറ്റും അതിനൊഴിഞ്ഞില്ലൊരാകാംക്ഷിതം. ശ്രീരാഘവൻ ചരണാന്തികെ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു പൗരവശിഷ്ടാദികളോടു കൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്ത് രാജ്യത്തിനാശു കൂട്ടിക്കൊണ്ടുപോയിട്ട് പൂജ്യനാം ജ്യേഷ്ഠനെ
സേവിച്ചു കൊള്ളുവൻ. ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനി മംഗലാത്മാനമേനം ഉണർന്നിടിനാൻ. ചുംബിച്ചു മൂർത്തിനി സന്തോഷിച്ചരുളിനാൻ. കിം ബഹുനാ വത്സാ വൃത്താന്തമൊക്കെ ഞാനദൃശ കണ്ടറിഞ്ഞിരിക്കുന്നിതു. മനസ്സേ ശോകമുണ്ടാകൊല കേൾക്കനീ. ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി. ലക്ഷ്മീപതിയായ രാമങ്കൽ നിർണയം. ഇന്നിനി സൽക്കരിച്ചിടുവെന്നില്ല ഞാൻ. വന്നവടയോടുമില്ലൊരു സംശയം. ഊണും കഴിഞ്ഞിങ്ങുറങ്ങി പുലർകാലേ വേണം രഘുനാഥനെ ചെന്നു കൂപ്പുവാൻ. എല്ലാം അരുൾ ചെയ്ത വണ്ണം എനിക്കതിനില്ലൊരു വൈമുഖ്യമെന്ന് ഭരതനും കാൽ കഴുകി സമാജമ്യ മുനീന്ദ്രനും ഏകാഗ്രമാനസനായതി വിദ്രുതം. ഹോമഗേഹസ്ഥനായി ധ്യാനവും ചെയ്തിതു കാമസുരഭിയെ. തൽക്ഷണേ കാനനം ദേവേന്ദ്രലോക സമാനമായി വന്നിതു. ദേവകളായി ചമഞ്ഞു തരുക്കളും ദേവവനിതമാരായി ലതകളും. ഭാവനാവൈഭവം എത്രയും അത്ഭുതം. ഭക്തഭക്ഷ്യാദി പേയങ്ങൾ ഭോജ്യങ്ങളും ഭുക്തിപ്രസാദനം മറ്റും ബഹുവിധം. ഭോജനശാലകൾ സേനാഗൃഹങ്ങളും രാജഗേഹങ്ങളും എത്ര മനോഹരം. സ്വർണരത്നവ്രാത നിർമ്മിതമൊക്കവേ വർണ്ണിപ്പതിന്നു പണിയുണ്ടനന്ദനും. കർമ്മണാ ശാസ്ത്രദിഷ്ടേന വസിഷ്ഠനെ സമ്മോദമോട് പൂജിച്ചിതു മുമ്പിനാൽ. പശ്ചാത് സസൈന്യം ഭരതം സസോദരം ഇച്ഛാനുരൂപേണ പൂജിച്ചനന്തരം. തൃപ്തരായി തത്ര ഭരദ്വാജ മന്ദിരേ സുപ്തരായാർ അമരാവതി സന്നിധേ. ഉത്ഥാനവും ചെയ്തുഷസി നിയമങ്ങൾ കൃത്വാ ഭരദ്വാജപാദങ്ങൾ കൂപ്പിനാർ. താപസൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ടു. ചിത്രകൂടാചലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ചു ദൂരെ കിഞ്ചിതന്തിക്കേ. മിത്രമായൊരു ഗുഹനും സുമന്ത്രനും ശത്രുഘ്നനും താനുമായി ഭരതനും ശ്രീരാമ സന്ദർശന ആകാംക്ഷയാ മന്ദമാരാഞ്ഞു നാനാതപോധന മണ്ഡലേ കാണാഞ്ഞ്. ഓരോരോ മുനിവരന്മാരോട് താണു തൊഴുതു ചോദിച്ചു അത്യാദരം. പുത്ര വാഴുന്നു രഘൂത്തമൻ അത്ര സൗമിത്രിയോടും മഹീപുത്രിയോടും മുതാ. ഉത്തമനായ ഭരതകുമാരനോടുത്തരം താപസന്മാരും അരുൾ ചെയ്തു. ഉത്തരതീരേ സുരസരിതസ്ഥലേ ചിത്രകൂടാദ്രിതൻ പാർശ്വേ മഹാശ്രമേ ഉത്തമ പുരുഷൻ വാഴുന്നിതെന്നു കേട്ട് എത്രയും കൗതുകത്തോടെ ഭരതനും തത്രൈവ ചെന്ന നേരത്ത് കാണായി വന്നിത് അത്യത്ഭുതമായ രാമചന്ദ്രാശ്രമം. പുഷ്പഫലതല പൂർണ്ണവല്ലീ തരുഷസ്പരമണീയ ഗാനന മണ്ഡലേ ആമ്രകദളീ ബകുള വനസങ്ങൾ ആമ്രാതക അർജുന നാഗപുന്നാഗങ്ങൾ കേരപൂഗങ്ങളും കോവിതാരങ്ങളും ഏരണ്ട ചമ്പകാശോകതാലങ്ങളും മാലതീജാതി പ്രമുഖലതാവലീശാലികളായ തമാലസാലങ്ങളും ഭൃംഗാദിനാനാവിഹംഗനാദങ്ങളും തുംഗമാതംഗ ഭുജംഗ പ്ലവംഗ കുരങ്കാദി നാനാ മൃഗവ്രാതലീലയും ഭംഗ്യാ സമാലോക്യ ദൂരേ ഭരതനും വൃക്ഷാഗ്ര സംലഗ്നവൽക്കലാലങ്കൃതം പുഷ്കരാക്ഷാശ്രമവും ഭക്ത്യാവണങ്ങിനാൻ. ഭാഗ്യവാനായ ഭരതൻ അതു നേരം മാർഗരജസീ പതിഞ്ഞു കാണായി വന്നു. സീതാരഘുനാഥപാദാരവിന്ദങ്ങൾ നൂതനമായ ദിശോഭനം പാവനം. അങ്കുശാബ്ജധ്വജവജ്ര മത്സ്യാദി കൊണ്ടങ്കിതം മംഗലമാനന്ദമഗ്നായി വീണുരുണ്ടും പണിഞ്ഞും കരഞ്ഞും തഥാ രേണു തന്മൗലിയിൽ കോരിത്തിടിനാൻ. ധന്യോഹമിന്നഹോ ധന്യോഹമിന്നഹോ
മുന്നമ്മയാകൃതം പുണ്യപൂരംബരം. ശ്രീരാമപാദ പത്മാഞ്ചിതം ഭൂതലം ആരാധനിക്കു കാൺമാനവകാശവും വന്നിതല്ലോ. മുഹുരിപ്പാദവാംസുക്കൾ അന്വേഷണം ചെയ്തുഴലുന്നിതേറ്റവും വേദാവും ഈശനും ദേവകദംബവും വേദങ്ങളും നാരദാദിമുനികളും യുദ്ധമോർത്തത്ഭുത പ്രേമരസാപ്ലുതചിത്തനായി ആനന്ദബാഷ്പാകുലാക്ഷനായി മന്ദമന്ദം പരമാശ്രമ സന്നിധോ ചെന്നു നിന്നോരു നേരത്ത് കാണായിതു സുന്ദരം രാമചന്ദ്രം പരമാനന്ദമന്ദിരം ഇന്ദിരാദി വൃന്ദാരക വൃന്ദവന്ദിതം ഇന്ദിരാമന്ദിരോരസ്ഥലം ഇന്ദ്രാവരജമിന്ദീവരലോചനം ദുർവാദള നിപശ്യാമളം കോമളം പൂർവജം നീലനളിനദലേക്ഷണം രാമം ജഡാമകുടം വൽക്കലാംബരം സോമബിംബാഭ പ്രസന്ന വക്രാംബുജം ഉദ്യത്തരുണാരുണായുധശോഭിതം വിദ്യുത്സമാംഗിയാം ജാനകിയായൊരു വിദ്യയുമായി വിനോദിച്ചിരിക്കുന്നൊരു വിദ്യോതമാനമാത്മാനമവ്യാകുലം പക്ഷസി ശ്രീവത്സലക്ഷണമവ്യയം ലക്ഷ്മീനിവാസം ജഗന്മയമച്യുതം ലക്ഷ്മണസേവിതപാദപങ്കേരുഹം ലക്ഷണലക്ഷ്യസ്വരൂപം പുരാതനം ദക്ഷാരിസേവിതം പക്ഷീന്ദ്രവാഹനം രക്ഷോവിനാശനം രക്ഷാവിചക്ഷണം ചക്ഷുശ്രവണപ്രവരപല്യംഗകം കുക്ഷിസ്ഥിതാനേകപത്മജാണ്ഡംബരം കാരുണ്യപൂർണം ദശരഥനന്ദനമാരണ്യവാസരസികം മനോഹരം ദുഃഖവും പ്രീതിയും ഭക്തിയും കൈക്കൊണ്ടു തൃക്കാൽക്കൽ വീണു നമസ്കരിച്ചിടിനാൻ. രാമനവനെയും ശത്രുഘ്നെയും ആമോദാലെടുത്തു നിവർത്തി സസംഭ്രമം ദീർഘബാഹുക്കളാൽ ആലിംഗനം ചെയ്ത് ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ട് ദീർഘനേത്രങ്ങളിൽ നിന്നു ബാഷ്പോദകം ദീർഘകാലം വാർത്തു സോദരന്മാരെയും ഉത്സംഗസീമനി ചേർത്തു പുനരപി വത്സങ്ങളും അണച്ചാനന്ദപൂർവകം സത്സംഗമേറെയുള്ള ഒരു സൗമിത്രിയുമോ തത്സമയേ ഭരതാംക്രിക്കൽ കൂപ്പിനാൻ. ശത്രുഘ്നനും അതിഭക്തി കലർന്ന് സൗമിത്രി തൻ പാദാംബുജങ്ങൾ കൂപ്പിടിനാൻ. ഉഗ്രതൃഷാർത്ഥമാരായ പശുകുലമഗ്രേ ജലാശയം കണ്ട പോലെ തഥാ വേഗേന സന്നിധൗ ചെന്നാശു കണ്ടിതു രാഘവൻ തൻ തിരുമേനി മനോധൃതം രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടു പാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനും എത്രയും ആർത്തി കൈക്കൊണ്ടു കൗസല്യയും പുത്രനു ബാഷ്പധാരാഭിഷേകം ചെയ്തു ഗാഠമാശ്ലിഷ്യ ശിരസി മുകർന്നുടൻ ഉടമോദം മുലയും ചുരന്നു തഥാ അന്യരായുള്ളൊരു മാതൃജനത്തെയും പിന്നെ നമസ്കരിച്ചിടിനാനാദരാൽ ലക്ഷ്മണൻ താനും ഔവണ്ണം വണങ്ങിനാൻ. ലക്ഷ്മീ സമയായ ജാനകി തന്നെയും ഗാഠമാശ്ലിഷ്യ കൗസല്യാദികൾ സമാരൂഢഖേദം തുടച്ചിടിനാർ കണ്ണുനീർ തത്ര സമാഗതം ദൃഷ്ട്വാ ഗുരുവരം ഭക്ത്യാ വസിഷ്ഠം സാഷ്ടാംഗമാറുടൻ നത്വാ രഘുത്തമനാശു ചൊല്ലിടിനാൻ എത്രയും ഭാഗ്യവാൻ ഞാനെന്നു നിർണയം താതനു സൗഖ്യമല്ലീ നിജമാനസേ ഖേദമുണ്ടോ പുനരെന്നെ പിരികയാൽ എന്തോന്നു ചൊന്നതെന്നോടു ചൊല്ലിടുവാൻ എന്തു സൗമിത്രിയെ കൊണ്ടു പറഞ്ഞത് രാമവാക്യം കേട്ടു ചൊന്നാൻ വസിഷ്ഠനും ധീമതാം ശ്രേഷ്ഠ താതോദന്തമാശു കേൾ നിന്നെ പിരിഞ്ഞതു തന്നെ നിരൂപിച്ചു മന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു
രാമരാമേതി സീതേതി കുമാരേതി രാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്തു ദേവലോകം ചെന്നു പുക്കാനറിക നീ ദേവഭോഗേന സുഖിച്ചു സന്തുഷ്ടനായി. കർണശൂലാഭം ഗുരുവചനം സമാകർണ്യ രഘുവരൻ വീണിതു ഭൂമിയിൽ തക്ഷണം ഉച്ചേർ വിലാപിച്ചതേറ്റവും ലക്ഷ്മണനോടും ജനനീജനങ്ങളും ദുഃഖമാലോക്യ മറ്റുള്ള ജനങ്ങളുമൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിന. താതാ മാം പരിത്യജ്യ വിധിവശാൽ ഏതൊരു ദിക്കിനു പോയിതയ്യോ ഭവാൻ. ഹാഹാഹദോഹം അനാഥോസ്മി മാമിനി സ്നേഹേന ലാളിപ്പതാരനുവാസരവും. ദേഹമിനി ത്യജിച്ചിടുന്നതുണ്ടു ഞാൻ, മോഹമെനിക്കിനിയില്ല ജീവിക്കയിൽ. സീതയും സൗമിത്രിതാനും അവണ്ണമേ രോദനം ചെയ്തു വീണിടിനാർ ഭൂതലേ. തദ്ദശായാം വസിഷ്ഠോക്തികൾ കേട്ടവർ ഉൾത്താപമൊട്ട് ചുരുക്കി മരുവിനാർ. മന്ദാകിനിയിലിറങ്ങി കുളിച്ചവർ മന്ദേതരമുദകക്രിയയും ചെയ്താർ. പിണ്ടം മധുസഹിതെങ്കുതി സൽഫല വിന്യാക നിർമ്മിതാന്നം കൊണ്ടുവച്ചിതു. യാതൊരന്നം താൻ ഭുജിക്കുന്നതും അത് സാദരം നൽകൂ പിതൃക്കൾക്കുമെന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതെന്നോർത്ത് അതിഖേദേന പിണ്ടദാനാനന്തരം തഥാ സ്നാനം കഴിച്ചു പുണ്യാഹവും ചെയ്തഥ സ്നാനാദനന്തരം പ്രാപിച്ചിതാശ്രമം. അന്നുപവാസവും ചെയ്തെല്ലാവരും വന്നുദിച്ചിടിനാൻ ആദിത്യദേവനും മന്ദാകിനിയിൽ കുളിച്ചൂത്ത് സന്ധ്യയും വന്നിച്ചു പോന്ന് ആശ്രമേ വസിച്ചിടിന. ഭരത രാഘവ സംവാദം. അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മാമകവാക്യം ചെവി തന്നു കേൾക്കണം. കുണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതുകൊണ്ടിനി വൈകാതെ ചെയ്യുക വേണം അഭിഷേകവും പാലനം ചെയ്യുക രാജ്യവും തവ പൈത്ര്യം യഥോചിതം. ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാമതിശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം. അശ്വമേധാദിയും ചെയ്തു കീർത്തിയാചിരം വിശ്വമെല്ലാം പരത്തി കുലതന്തവേ പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജപുത്രങ്കരാക്കി വനത്തിനു പോകണം. ഇപ്പോൾ അനുചിതമത്രേ വനവാസം അത്ഭുത വിക്രമാനാഥ പ്രസീദമേ. മാതാവ് തന്നെ ദുഷ്കൃതം താവക ചേതസി ചിന്തിക്കരുത് ദയാനിധേ. ഭ്രാതാവ് തന്നെ പാദാംബുജം ശിരസ്യാദായ ഭക്തി പൂണ്ടിത്തം അരുൾ ചെയ്തു. ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും. ഉത്ഥാപ്യ രാഘവനുത്സംഗമാരോഗ്യ ചിത്തമോദേന ഉണർന്നു ചൊല്ലിടിനാൻ. മദ്വാക്യമത്ര കേട്ടാലും കുമാരാ നീ യത്വയോക്തം മയാ തത്തഥൈവ ശ്രുതം. താതൻ എന്നെ 14 സംവത്സരം പ്രീതനായി കാനനം വാഴ്കെന്നു ചൊല്ലിനാൻ.
പിത്രാ നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നതു കാരണം ചേതസാവാർക്കിൽ നമുക്കിരുവർക്കും ഇത്താത നിയോഗം അനുഷ്ഠിക്കയും വേണം. യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ച് നീതിഹീനം വസിക്കുന്നിതു ഭൂതലേ, ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും, മരിച്ചാലും ഇല്ലൊരു സംശയം. ആകയാൽ നീ പരിപാലിക്ക രാജ്യവും, പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിടുവൻ. രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും. കാമുകനായ താതൻ മൂഢമാനസൻ, സ്ത്രീജിതൻ ഭ്രാന്തൻ ഉന്മത്തൻ വയോധികൻ, രാജഭാവം കൊണ്ടു രാജസമാനസൻ, ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതേ. മന്നവനായി ഭവാൻ വാഴ്ക മടിയാതെ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ഭൂമി ഭർത്താ പിതാ നാരീജിതനല്ല, കാമിയുമല്ല, മൂഢാത്മാവുമല്ല, കേൾ താതൻ അസത്യഭയം കൊണ്ടു ചെയ്തതിനേതുമേ ദോഷം പറയരുതോർക്ക നീ. സാധുജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ടിടും അസത്യത്തിൽ മനസ്സേ. എങ്കിൽ ഞാൻ വാഴ്വൻ വനി നിന്തിരുവടി സങ്കടമെന്നിയേ രാജ്യവും വാഴുക. സോദരനിത്തം പറഞ്ഞതു കേട്ടതിസാദരം രാഘവൻ താനും അരുൾ ചെയ്തു. രാജ്യം നിനക്കും എനിക്കു വിപിനവും പൂജ്യനാം താതൻ വിധിച്ചതു മുന്നമേ. വ്യത്യയമായി അനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം. എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെ പോലെ പോരുവൻ. കാനനത്തിൻ അതരുതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ. നിത്യോപവാസേന ദേഹമുപേക്ഷിപ്പൻ ഇത്യേവമാത്മനി നിശ്ചയിച്ചന്തികെ ദർഭ വിരിച്ചു കിഴക്കു തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തു ബുക്കു ഭരതനു. നിർബന്ധബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം നയനാന്ത സജ്ഞയാ ചൊന്നാൻ ഗുരുവിനോട്. അപ്പോൾ വസിഷ്ഠനും ചെന്നു കൈകേയീസുതനോട് ചൊല്ലിനാൻ. മൂഢനായിടലാം കേൾക്ക നീയെങ്കിലോ ഗൂഢമായൊരു വൃത്താന്തം നൃപാത്മജ. രാമനാകുന്നതു നാരായണൻ വരൻ താമരസോത്ഭവൻ അർത്ഥിക്ക കാരണം. ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതു. രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ. യോഗമായ ദേവിയായതു ജാനകി, ഭോഗിപ്രവരനാകുന്നതു ലക്ഷ്മണൻ. ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിക വഴി പോലെ. രാവണനെ കൊൽവതിന് വനത്തിനു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ. മന്ധരാവാക്യവും കൈകേയി ചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിക നീ. ശ്രീരാമദേവ നിവർത്തനത്തിങ്കൽ ഉള്ളാഗ്രഹം നീയും പരിത്യജിച്ചിടുക. കാരണപൂരുഷാനുജ്ഞയാ സത്വരം നീ രാജധാനിക്കു പോക മടിയാതെ. മന്ത്രികളോടും ജനനീജനത്തോടും അന്തമില്ലാതെ പടയോടും ഇപ്പോഴേ ചെന്ന് അയോധ്യാപുരി ബുക്കു വസിക്ക നീ. വന്നീടും അഗ്രജൻ താനും അനുജനും ദേവിയും 7 സംവത്സരാവധോ രാവണൻ തന്നെ വധിച്ചു സപുത്രകം. യുദ്ധം ഗുരുക്തികൾ കേട്ടു ഭരതനും ചിത്തേ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ട് ഭക്ത്യാ രഘൂത്തമ സന്നിധോ സാദരം ഗത്വാ മുഹുർനമസ്കൃത്വാ സസോദരം. പാതുകാം ദേഹി
രാജേന്ദ്ര രാജ്യായത്തെ പാദബുദ്ധ്യാ മമ സേവിച്ചു കൊള്ളുവാൻ യാവത്തവാഗമനം ദേവദേവാമേ താവദേവാനാരതം ഭജിച്ചീരുവൻ. ഇത്തം ഭരതോക്തി കേട്ടു രഘൂത്തമൻ പൊൽത്താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ. നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും ഉത്തമരത്ന വിഭൂഷിത പാതുകാം ഉത്തമാംഗേ ചേർത്തു രാമനരേന്ദ്രനെ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ നമസ്കരിച്ചുദ്ധായ വന്ദിച്ചു ചൊന്നാൻ സഗദ്ഗതം. മന്വബ്ധപൂർണേ പ്രഥമദിനെ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ അന്യ ദിവസം ഉഷസി ജ്വലിപ്പിച്ച വന്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചൻപോടു ചൊല്ലിനാൻ. അങ്ങനെ തന്നെ ഒരന്തരമില്ലതിന് അങ്ങു ഞാൻ അന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്ത് വിടയും കൊടുത്തിതു. ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ. പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്ദേതരം പുറപ്പെട്ടു ഭരതനും. മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭ്രാതാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസീ ചേർത്തുകൊണ്ടാരൂഢമോദേന കൊണ്ടുപോയിടിനാർ. ശൃംഗിവേരാധിപനായ ഗുഹനെയും മംഗലവാച പറഞ്ഞയച്ചിടിനാൻ. മുൻപിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ പിൻപേ പെരുമ്പടയിൽ നടകൊണ്ടിതു കൈകേയിതാനും സുതാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി ഗംഗ കടന്നു ഗുഹാനുവാദേന നാലങ്കപ്പടയോടും കൂടെ കുമാരന്മാർ ചെന്നയോധ്യാപുരിബുക്ക്. രഘുവരൻ തന്നെയും ചിന്തിച്ചു ചിന്തിച്ചനുദിനം ഭക്ത്യാ വിശുദ്ധ ബുദ്ധ്യാ പുരവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും. താപസവേഷം ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നനും വ്രതത്തോടുടൻ ചെന്നു നന്ദിഗ്രാമമൻപോടു പൊക്കിതോ വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം പാതുകാം വെച്ചു സിംഹാസനെ രാഘവ പാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരം. ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിച്ചുകൊണ്ടന്തികേ സേവിച്ചു നിന്നാരിരുവരും. നാനാ മുനിജന സേവിതനായൊരു മാനവവീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടും അനുജനോടും മുതാ മനസാനന്ദം കലർന്നു ചില ദിനം ചിത്രകൂടാചലേ വാണോരനന്തരം ചിത്തേ നിരൂപിച്ചു കണ്ടു രഘുവരൻ. മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്ന് വന്നെത്തും ഇവിടെ ഇരുന്നാലിനിയുടൻ. സത്വരം ദണ്ഡകാരണ്യത്തിനായിക്കൊണ്ടു ബദ്ധമോദം ഗമിച്ചിടുക വേണ്ടതും. യുദ്ധം വിചാര്യ ധരിത്രീസുതയും അത്യുത്തമനായ സൗമിത്രിയുമായി തഥാ തത്യാജ ചിത്രകൂടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻ വനാന്തരേ. അത്രിയാശ്രമപ്രവേശം. അത്രിതന്നാശ്രമം ബുക്കുമുനീന്ദ്രനെ ഭക്ത്യാ നമസ്കരിച്ചു രഘുനാഥനും. രാമോഹമദ്യ ധന്യോസ്മി മഹാമുനേ ശ്രീമൽപദം തവ കാണായ കാരണം സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതനെന്നതറിഞ്ഞു മുനീന്ദ്രനും. പൂജിച്ചത് അർഘ്യപാദ്യാദികൾ കൊണ്ടുതം
രാജീവലോചനം ഭ്രാതൃഭാര്യാന്വിതം ചൊല്ലിനാൻ ഭൂപാലനന്ദനന്മാരോട്, ചൊല്ലെഴുമെന്നുടെ പത്നിയുണ്ടത്ര കേൾ. എത്രയും വൃദ്ധ തപസ്വിനിമാരിൽ വെച്ചുത്തമയായ ധർമ്മജ്ഞാതപോധനാം പർണശാലാന്തർഗൃഹേ വസിക്കുന്നിതു. ചെന്നു കണ്ടാലും ജനകനൃപാത്മജേ എന്നതു കേട്ടു രാമാജ്ഞയാം ജാനകി ചലനസൂയാപദങ്ങൾ വണങ്ങിനാൾ. വത്സേ വരികരികേ ജനകാത്മജേ സത്സംഗമം ജന്മസാഫല്യമൂർക്കനീ. വത്സേ പിടിച്ചു ചേർത്താലിംഗനം ചെയ്തു തൽസ്വഭാവം തെളിഞ്ഞു മുനിപത്നിയും. വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വവിമോഹനമായതുകൂലവും കുണ്ടലവും അംഗരാഗവും എന്നിവ മണ്ഡനാർത്ഥം അനസൂയ നൽകിയിടിനാൾ. നന്നു പാതിവ്രത്യമാശ്രിത്യ രാഘവൻ തന്നോടുകൂടെ നീ പോന്നതുമുത്തമം. കാന്തി നിനക്കു കുറയായി ഒരിക്കലും ശാന്തനാകും തവ വല്ലഭൻ തന്നോടും ചെന്നു മഹാരാജധാനിയകം ബുക്കു നന്നായി സുഖിച്ചു സുചിരം വസിക്കനീ. യുദ്ധമനുഗ്രഹവും കൊടുത്താതരാൽ ഭർത്തുരഗ്രേ ഗമിക്കുന്നയച്ചിടിനാൾ. മൃഷ്ടമായി മൂവരെയും ഭുജിപ്പിച്ചത തുഷ്ടി കലർന്നു തപോധനനത്രിയും ശ്രീരാമനോടരുൾ ചെയ്തു. ഭവാനഹോ നാരായണനായതെന്നറിഞ്ഞേനഹം. നിന്മഹാമായ ജഗത്രയവാസിനാം സമോഹകാരിണിയായതു നിർണയം. ഇത്തരമോ അത്രിമുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രോ വസിച്ചു രഘുനാഥനു. ദേവൻ ഉമാദേവിയോടരുളി ചെയ്തിദേവമെന്നാൾ കിളിപ്പൈതലക്കാലമേ. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ അയോധ്യാകാണ്ഡം സമാപ്തം.